രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് താങ്കളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ കേസ് വന്നപ്പോൾ? അതെ, ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പെട്ടുപോയേനെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് എത്തിപ്പെടാൻ ഒരുപാട് ദൂരങ്ങളില്ല, വളരെ കുറച്ചേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഇപ്പം ജാമ്യം കിട്ടി നിൽക്കുന്നതുകൊണ്ട് നിരപരാധിയാണെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഉദാഹരണം, ആ പെണ്ണിൻ്റെ കാര്യം, പിന്നെ എരയുടെ കാര്യം, എര എന്നാണ് വിശേഷിപ്പിക്കുന്നത്, എരയുടെ കാര്യം പുറത്തു വന്നില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫുൾ ഡീറ്റെയിലും പുറത്തു വന്നു, എരയുടെ കാര്യം പുറത്തു വന്നില്ലല്ലോ. പക്ഷേ ഇത് പെടുത്തിയതല്ലേ, അല്ല കേസല്ലല്ലോ, പെടുത്തിയതാണ്. പിണറായി വിജയന് വരേണ്ടതായ കേസുകൾ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ്റെ വരേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ വരേണ്ടിയിരുന്ന ചില കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കരുവാക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. അതാണ് സത്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപാട് വേറെ വിഷയങ്ങൾ പുറത്തു വന്നേനെ. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ വ്യക്തമായി എൻ്റെ ഒരു ലക്ഷ്യപ്രകാരം ഇപ്പോൾ ആ ഇരകളെവിടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇരകൾ സുപ്രീം കോടതി മുന്നോട്ട് പോകുന്നില്ല? ഒരു ഇര പറഞ്ഞതാണ് എനിക്ക് പരാതിയില്ല, സ്ക്രീൻഷോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നത് എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു വ്യക്തിയെ സമൂഹത്തെ ഇല്ലെന്നാക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വന്നതാണെന്ന് തോന്നുന്നു ഈ 3 കേസുകളും. കാരണം ഓൺലൈൻ വഴിയാണ് പരാതി സ്വീകരിച്ചത്. അത് തെളിവുകൾ പഴുതടിച്ചുള്ള അന്വേഷണമായിട്ടും എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്? രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നുള്ളതാണ് അതിനകത്തൊരു 90%. പിന്നെ 2 കൈയും കൂട്ടിയടിച്ചെങ്കിൽ ഒച്ച കേട്ടതാണ്, അത് സത്യമായ കാര്യമാണ്. ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. ഒരു ഇര എന്ന് പറയുന്ന പെൺകുട്ടിക്കുള്ള അതേ മാനം തന്നെയാണ് ഒരു ആണിനുള്ളത്. എന്തുകൊണ്ടാണ് ആണിനെ ഇര എന്ന് പറയുന്നില്ല? ആണിനെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുന്നു, ഫോട്ടോ പ്രദർശിപ്പിക്കുന്നു, വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് ഫോട്ടോ പ്രദർശിപ്പിക്കുന്നു. എന്തിനാണ്? ആണുങ്ങൾക്ക് മാനമില്ലേ? അവന് കുടുംബമില്ലേ? അവനൊരു കൊച്ചില്ലേ? അവനൊരു അമ്മയില്ലേ? ഇതൊക്കെ ഈ അമ്മയെ സ്ത്രീയാണ്, അവർക്ക് മനസ്സല്ലേ, അവർക്ക് നോവുകയല്ലേ? സ്ത്രീകളെ മാത്രം ഇര എന്ന് വിശേഷിപ്പിച്ച് അവർക്കൊരു സ്ഥാനം കയറ്റി കൊടുത്തുകൊണ്ടാണ്, അവർക്കൊരു സ്ഥാനമാണ് കൊടുക്കുന്ന ഇര. എന്തിനാണ് ഇര എന്ന് സ്ത്രീകളെ പറയുന്നത്? ആണുങ്ങളെ പറയണം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നിരപരാധിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിരപരാധിയായിട്ടാണ്. കോൺഗ്രസിലേക്ക് അത് തിരിച്ചെടുക്കുകയും ചെയ്താൽ നിരപരാധിത പൂർണ്ണമായി ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായ തീരുമാനത്തിലുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിരപരാധി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം തന്നെയല്ല നിരപരാധി. പല പാവങ്ങളും ഇതുപോലെ വെട്ടുകിടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. പെണ്ണിൻ്റെ വാക്കാണ് വലുത്. എന്തുകൊണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ പെണ്ണിൻ്റെ വാക്കാണ് വലുത്. പെണ്ണ് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു, എന്നെ പീഡിപ്പിച്ചാൽ അത് മതി, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, ഇത് കൊണ്ടുപോകുന്നു. ഉദാഹരണം, ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു 14 വയസ്സുള്ള ഒരു ബാലൻ, അവൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പറഞ്ഞൊരു പെണ്ണ് പറഞ്ഞു. അവൻ ലാസ്റ്റ് ഇതിൻ്റെ പുറകെ അവൻ പോയി ലാസ്റ്റ് നിയമപരമായിട്ട് DNA ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ അകത്ത് കിടന്നവനല്ല യഥാർത്ഥത്തിൽ അവൻ്റെ ഈ കൊച്ചിൻ്റെ ഗർഭത്തിന് ഉത്തരവാദി.